സൂചിയൊക്കെ കുത്തിയിട്ട് നല്ല അമ്പലമുണ്ട്. എൻ്റെ മോനെ എല്ലാവരും നമ്മളെ സഹായിക്കും. മോനെന്തെങ്കിലും സംഭവിച്ചെങ്കിൽ പിന്നെ ഞങ്ങളാരും ജീവിച്ചിരിക്കല്ല. മോനെ മരിച്ചു എന്നെ വിചാരിച്ചത് പക്ഷെ ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നതിന് ശേഷം ഒരു പ്രതീക്ഷ, ഡോക്ടർമാർ പ്രതീക്ഷ ഉണ്ടെന്ന് പറയുന്നു. പക്ഷെ പൈസ ഇല്ലാത്ത ഒരു ബുദ്ധിമുട്ട് ഒരു 2 വർഷമായി ക്യാൻസറായിട്ട് ഡോക്ടർമാരെല്ലാം കൈവിട്ട് ഒരു വഴിയില്ലെന്ന് പറയും. ഇപ്പൊ ഇവിടെ എത്ര ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുള്ളത്. ഡോക്ടർ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താൻ പറഞ്ഞു. എല്ലാവരും അമ്മാനോർത്തിട്ട് എന്റെ മോനെ സഹായിക്കണം. പൈസ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്റെ മോനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഫിറോസ് കുന്നംപറമ്പിലാണ് 6.5 വയസ്സുള്ള ഒരു കുഞ്ഞ് അനുഭവിച്ച വേദന എത്രയാണ് നിങ്ങൾക്കറിയോ? റസ്ദാൻ അബ്ദുള്ള എന്ന് പറയുന്ന ഈ ഒരു പൊന്നുമോന് മാരകമായിട്ടുള്ള ക്യാൻസർ ബാധിച്ചിട്ട് അവന്റെ വയറൊക്കെ വീർത്ത് പൊട്ടാറായിട്ട്, ശരീരമൊക്കെ എല്ലും തോലായിട്ട്, ഭക്ഷണം കഴിക്കാൻ കഴിയാതെ, വെള്ളം കുടിക്കാൻ കഴിയാതെ, രാവും പകലും ഉറങ്ങാൻ പോലും കഴിയാതെ, ആ വയറൊക്കെ വീർത്ത് ക്യാൻസറിന്റെ മാരകമായ രോഗം കൊണ്ട് വേദന കൊണ്ട് പൊളയുന്ന ഈ ഒരു കുഞ്ഞ് ഇന്ന് ആ കുഞ്ഞിന്റെ സർജറിക്ക് വേണ്ടിയിട്ട്, മജ്ജ മാറ്റിവെക്കാൻ വേണ്ടിയിട്ട്, ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഈ ഉമ്മ ഈ മകനുമായിട്ട് നിങ്ങളുടെ മുന്നിൽ കൈനിട്ടാണ്. വയറിനാണ് അവന് ക്യാൻസർ ബാധിച്ചിരിക്കുന്നത്. വയറിനകത്ത് മുഴകൾ ഉണ്ടായിരിക്കുകയാണ്. ആ മുഴകളൊക്കെ സർജറിയിലൂടെ എടുത്തു മാറ്റിയതിനു ശേഷം അവന്റെ ഒരു കിഡ്നി അത് പ്രവർത്തനരഹിതമായിരിക്കണം. അവന്റെ ഒരു കിഡ്നി എടുത്തു മാറ്റിയതിനു ശേഷമാണ് അവന്റെ ബാക്കിയുള്ള ട്രീറ്റ്മെന്റുകൾ തുടങ്ങേണ്ടത്. അത്രമാത്രം ദുരിതം അനുഭവിക്കുന്ന, വേദന അനുഭവിക്കുന്ന ഒരു കുഞ്ഞ് 4 വയസ്സ് മുതൽ 2 വർഷമായിട്ട് ഈ കുഞ്ഞ് അനുഭവിക്കുന്ന വേദന പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാ. ജെയിംസ് സെൽ ട്യൂമർ എന്ന മാരകമായ രോഗം ബാധിച്ച കാസർഗോഡുള്ള ഒരു പൊന്നുമോനാണ്. ദയവ് ചെയ്തിട്ട് ഈ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലി ഗ്രൂപ്പുകളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് എത്രയും പെട്ടെന്ന്, കാരണം ഈ കുട്ടിയെ ഇപ്പൊ ഇവിടെ കീമോ സ്റ്റാർട്ട് ചെയ്തിരിക്കുക. ഇനി ദിവസങ്ങൾ മാത്രമാണ് ഈ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ നമുക്കുള്ളൂ. ഫസ്റ്റ് കീമോ കൊടുത്തു അല്ലേ? ഇനി 2ാമത്തെ കീമോ കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടിയെ സർജറിയിലേക്ക് കൊണ്ടുപോകണം. ആ ഒരു അവസ്ഥയിലാണ്. നിങ്ങൾ കൈവിട്ട് കഴിഞ്ഞാൽ ഒരു പക്ഷേ ചികിത്സ പാതി വഴിയിൽ അവസാനിപ്പിക്കേണ്ടി വരും. ഒരു പക്ഷേ എങ്ങനെയാണ് ഇവിടെ നിന്ന് കൊണ്ടുപോകേണ്ടത് എന്നും അറിയില്ല. അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഈ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ ഞങ്ങളോടൊപ്പം നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനികളെ, കാസർഗോഡ് ജില്ലയിലെ കൊറക്കോട് പ്രദേശത്തുള്ള ഞാൻ സേവനം ചെയ്യുന്ന ഈ മഹല്ലത്തിലെ വളരെ പാവപ്പെട്ട നിർധനനായ ഒരു സഹോദരന്റെ പിഞ്ചോമനയുടെ രോഗചികിത്സയ്ക്ക് ആവശ്യമായ സഹായാഭ്യർത്ഥനയ്ക്ക് വേണ്ടിയാണ് ഈ കാണുന്ന ജനങ്ങളെല്ലാം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. വളരെ പാവപ്പെട്ട കുടുംബത്തിലെ ഒരു കുട്ടി കാലങ്ങളായി വളരെ മാരകമായ ക്യാൻസർ രോഗത്തിന് അടിമപ്പെടുകയും അങ്ങനെ കോഴിക്കോട് ആശുപത്രിയിൽ ചികിത്സക്ക് അഡ്മിറ്റ് ചെയ്യപ്പെടുകയും ചെയ്തിരിക്കുകയാണ്. ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നത് കുട്ടിയുടെ ചികിത്സയ്ക്ക് ഇനി മജ്ജ മാറ്റിവെക്കൽ ചികിത്സ മാത്രമേ ഇനി മാർഗമുള്ളൂ എന്നും അതിന് ഭീമമായ 35 ലക്ഷം രൂപയോളം അതിനാവശ്യമുണ്ട് എന്നുമാണ് പറയുന്നത്. ആയതുകൊണ്ട് വളരെ പാവപ്പെട്ട ഈ കുടുംബത്തിലുള്ള ഒരു കുട്ടി ആയതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാവരുടെയും ബാധ്യത എന്ന നിലക്ക് നാം ആ കുടുംബത്തിനെ ഏറ്റെടുത്തുകൊണ്ട് എല്ലാവരും സഹായിക്കുകയും അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ കാണുന്നവരെല്ലാം ഷെയർ ചെയ്ത് ഇതിനോട് സഹകരിക്കുകയും ചെയ്യണമെന്ന് പ്രത്യേകം എല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ പേര് VM മുനീർ. ഞാൻ കാസർഗോഡ് നഗരസഭയുടെ മുൻ ചെയർമാനാണ്. എൻ്റെ മഹല്ലിൽപ്പെട്ട കാസർഗോഡ് തളങ്കര ഗ്രാമത്തിലെ കൊരക്കോട് റഹ്മത്ത് മസ്ജിദ് മഹല്ലിൽപ്പെട്ട ഒരു കുട്ടിയുടെ ചികിത്സാ സഹായവുമായി ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ ആണ് ഇതിൽ ജനങ്ങൾക്ക് മുമ്പിലേക്ക് വരുന്നത്. റസ്ദാന് 6 വയസ്സുള്ള റസ്ദാൻ മോന് ക്യാൻസർ സംബന്ധമായ രോഗം പിടിപെട്ട് ഏകദേശം 2 വർഷത്തോളമായി.
ഭീമമായ തുക ചികിത്സയ്ക്ക് ആവശ്യമുണ്ട് എന്നാണ് ചികിത്സിക്കുന്ന ഡോക്ടർമാർ ഞങ്ങൾ അറിയിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ അഭ്യർത്ഥന പ്രകാരം നമ്മുടെ മഹല്ല് പ്രസിഡന്റ് ചെയർമാനായിട്ടുള്ള ഒരു ചികിത്സാ സഹായ സമിതി നമ്മൾ രൂപീകരിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് 35 ലക്ഷം രൂപ നമുക്ക് ചികിത്സയ്ക്ക് ആവശ്യമുണ്ട്. വളരെ സാധാരണ കുടുംബാംഗമായ ഈ കുട്ടിയുടെ ചികിത്സയ്ക്ക് നാട്ടുകാരുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ആവശ്യമാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ അഭ്യർത്ഥനയുമായി നിങ്ങളുടെ മുമ്പിൽ വരുന്നത്. എല്ലാ ആൾക്കാരും, ഇത് കാണുന്ന എല്ലാ ആൾക്കാരും, എല്ലാ ജനങ്ങളും നമ്മുടെ ഈ ചികിത്സാ സഹായ നിധിയുമായി സഹകരിക്കണം. ആ കുട്ടിയുടെ ജീവൻ രക്ഷിക്കുന്നതിന് നിങ്ങളും കൂടി ഞങ്ങളോടൊപ്പം ഉണ്ടാകണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. 35 ലക്ഷം രൂപയാണ് ആ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കണ്ടെത്തേണ്ടത്. ഒരു നാട് മുഴുവൻ, കാസർഗോഡുള്ള എൻ്റെ പ്രിയപ്പെട്ടവരൊക്കെ നിങ്ങളുടെ മുന്നിൽ ആ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി 35 ലക്ഷം രൂപ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് എത്തിയിട്ടുള്ളത്. നിങ്ങളെല്ലാവരും സഹായിക്കണം. ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലി ഗ്രൂപ്പുകളിലേക്ക് എത്തിച്ചിട്ട് എത്രയും പെട്ടെന്ന് ഈ ഫണ്ട് കണ്ടെത്താൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും ഞങ്ങളുടെ കൂടെ നിൽക്കണം. റഷ്ദാൻ അബ്ദുള്ള ചികിത്സാ സഹായ കമ്മിറ്റിയുടെ പേരിലുള്ള അക്കൗണ്ടും അതുപോലെ തന്നെ റഷ്ദാന്റെ ഉമ്മാടെ പേരിൽ ഫാത്തിമത്ത് തസ്കിന എന്ന് പറയുന്ന ഉമ്മാടെ പേരിലുള്ള ഗൂഗിൾ പേയും പേടിഎമ്മും ഫോൺ പേയും എല്ലാം ഇതിന്റെ കൂടെ വെക്കുന്നുണ്ട്. വളരെ എമർജൻസിയാണ്. ഈ ഫോട്ടോയിൽ കാണുന്ന ഈ ഒരു അവസ്ഥയിൽ വയറൊക്കെ വീർത്തിട്ട് ശ്വാസം എടുക്കാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യത്തിൽ ആ കുഞ്ഞ് ആ ആശുപത്രിയുടെ ആ ബെഡിൽ ഇങ്ങനെ കിടക്കുമ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും ആ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് 35 ലക്ഷം രൂപ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഞങ്ങളോടൊപ്പം നിൽക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.